ആഴിമല മഹാദേവരെയൊക്കെ കണ്ടു തൊഴുതു. ഇനി നമുക്ക് ആറ്റുകാലമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവാം. നെച്ചുവിന്റെ ആ ചിരിയും സന്തോഷവും വർഷത്തിലൊരിക്കൽ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നതിന്റെയാണ് കേട്ടോ. പ്രത്യേകിച്ച് അപ്പൂപ്പന്റെ മടിയില്. എന്റെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ആറ്റുകാല് പോകണമെന്നുള്ളത്. ആറ്റുകാല് പോകണം, പൊങ്കാല ഇടണമെന്നൊക്കെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണെങ്കിലും ഇന്നാണെന്ന് തോന്നുന്നു അതിനുള്ള സമയമായത്. പൊങ്കാല ഇട്ടില്ലെങ്കിലും അമ്മയെ കയറി കണ്ട് തൊഴാമല്ലോ. പിറ്റേ ദിവസം ആദിവള്ളി ആയതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നത് കുറച്ച് പാടായിരിക്കുമല്ലോ, നല്ല തിരക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വ്യാഴാഴ്ച വൈകിട്ടാണ് തൊഴാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷെ അത് നന്നായി. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ നല്ല വൃത്തിയായിട്ട് തൊഴാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം തൊഴുതിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും ഒക്കെ തോന്നി. പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് നെച്ചമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പഴയടത്ത് പോയി. ശ്രീകാന്തിന്റെ വിഷ് ലിസ്റ്റിലുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു പഴയിടവും. പഴയിടത്തുനിന്ന് കഴിക്കണമെന്ന് ശ്രീകാന്തിന് കുറച്ച് നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചു വന്നു. പുള്ളി വളരെ റെയറായിട്ട് കാണുന്നതിലൊരു ചാനലാണ് യദു പഴയിടത്തിന്റെ ചാനല്. ഇവരുടെ സദ്യ നമ്മൾ ഒരു തവണ UAE വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. ഞാൻ ചെന്നപാടെ ഞാൻ കുറെ നാളായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം ഓർഡർ ചെയ്തു. എന്താണെന്നോ? രസവട. തിരുവനന്തപുരത്തിന്റെ രസവട. തിരുവനന്തപുരം സൈഡിൽ പലതവണ കല്യാണത്തിന് വന്നതുകൊണ്ട് തന്നെ ബോളി പായസമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ രസവട ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊരു ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചിരുവിന്റെ വായിൽ വെച്ചു കൊടുത്തു. ആദ്യം അവള് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ കഴിച്ചു. അവൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പൊ എനിക്കും തോന്നി കൊള്ളായിരിക്കും. അന്നേരം ഞാനും കഴിച്ചു നോക്കി. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം രസത്തിനകത്താണെങ്കിൽ ഒരു നമ്മുടെ പരിപ്പുവട രസത്തിലിട്ടതാണ് ഈ രസവട. പക്ഷെ അത് രണ്ടും കൂടെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ പുതിയതായിട്ടൊരു കാര്യം ട്രൈ ചെയ്യുകയാണെങ്കിൽ കൂടിയിരിക്കുന്ന മൊത്തം ആൾക്കാരെയും കൂടെ അത് കഴിപ്പിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹെവി മോട്ടിവേഷൻ കൊടുത്തിട്ട് അമ്മയെ കൊണ്ടിട്ടു കഴിപ്പിച്ചു. പക്ഷെ ചുനക്കരക്കാരിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ബുദ്ധിമുട്ടി കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ അത് തിന്നു തീർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ചീരുവിന്റെ ഗീ റോസ്റ്റ് വന്നു. അമ്മയുടെ പേപ്പർ റോസ്റ്റും വന്നു. അമ്മ വലിയ പേപ്പർ റോസ്റ്റ് കണ്ടിട്ട് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു മട്ടിലാണ്. പക്ഷെ കുഴപ്പമില്ല, രണ്ടു തവി മാവ് ഒഴിച്ചു ഇതായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ മൊത്തം കഴിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഒരു കൈ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും അതിനകത്തുനിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു എന്റെ ഒരു പൊടി മസാല ദോശ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് പനീർ 65 ആണ് കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം എന്റെ മസാല ദോശ വന്നു, കഴിച്ചു. എല്ലാം നല്ല ഫുഡായിരുന്നു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞു. ഇനി ഒരു ഉറക്കാവാം.